സാരംഗ്, ശബരിമലയിൽ ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം ഔദ്യോഗികമായി ഇന്ന് തുടങ്ങുകയാണ്. അൺഒഫീഷ്യലായി നേരത്തെ തന്നെ അവർ പണി തുടങ്ങിയിരുന്നു. നമ്മൾ കണ്ടതാണ് ചില മൊഴികളൊക്കെ രേഖപ്പെടുത്തുന്നതും ചില പരിശോധനകളൊക്കെ നടത്തുന്നതും. അപ്പോൾ ഇന്ന് തുടക്കത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്? ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി, ഒപ്പം തന്നെ ഈ മുരാരി ബാബു, അതിനോടൊപ്പം തന്നെ പല പ്രധാനപ്പെട്ട ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥരും അന്ധകാലത്തുണ്ടായിരുന്നവരടക്കം പ്രതികളാകും എന്നതാണോ സാഹചര്യം? തീർച്ചയായിട്ടും മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിഷയത്തിൽ പ്രധാനമായിട്ടുള്ള ഒരു വിവരം, ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം ഔദ്യോഗികമായിട്ടുള്ള, അതായത് SIT ഔദ്യോഗികമായിട്ടുള്ള ഒരു അന്വേഷണം ആരംഭിക്കും. ഇന്നലെയാണ് ഈ ദേവസ്വം വിജിലൻസ്, കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതിയിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചത്. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഈ റിപ്പോർട്ട് കൂടി ഏറ്റെടുത്ത് അല്ലെങ്കിൽ അത് പരിശോധിച്ച ശേഷമായിരിക്കും ഇന്ന് ഒരു ഔദ്യോഗിക അന്വേഷണം ആരംഭിക്കുന്നത്. അതേസമയം ഇന്നലെ ഇത്തരത്തിൽ ഈ ഹൈക്കോടതിയിൽ സമർപ്പിച്ച, അതായത് ദേവസ്വം ബോർഡ് വിജിലൻസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ഗുരുതര കണ്ടെത്തലുകളാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ നടന്നിട്ടുള്ളത്. അതായത് ശബരിമലയിലെ സ്വർണ്ണപ്പാളി കട്ടതിൽ, അതായത് അല്ലെങ്കിൽ തട്ടിപ്പ് നടത്തിയതിൽ മുഖ്യ സൂത്രധാരൻ ഇത്തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഇന്നലെ പുറത്തു വന്നത്. അതായത് ഈ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ 2019 ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണം അത് സ്മാർട്ട് ക്രിയേഷനിൽ എത്തിച്ച് ഉരുക്കി അതിൻ്റെ ഒരു പങ്ക് കൈവശം വെച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്ന് ഇന്നലെ ഇത്തരത്തിൽ ഹൈക്കോടതി സമർപ്പിച്ച റിപ്പോർട്ടിൽ പുറത്തു വന്നിരുന്നു. അതേസമയം ഈ മറ്റൊരു കാര്യം, പ്രധാനമായും അന്വേഷണം ഊർജിതമായി നടക്കുമ്പോഴും ഇനി ഈ അന്വേഷണം നടക്കാനുള്ളത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കേന്ദ്രീകരിച്ചായിരിക്കും. മറ്റൊരു സംഭവം, അന്ന് അതായത് 2019 ഈ സംഭവം നടന്ന കാലയളവിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഗുരുതര വീഴ്ചകളാണ് ഉണ്ടായിട്ടുള്ളത് എന്നും കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ ഏതാണ്ട് 9 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകും. ആദ്യഘട്ടത്തിൽ ഈ 9 ഉദ്യോഗസ്ഥർക്കെതിരെയാണ് നടപടിയുണ്ടാകുക. അതിൽ പ്രധാനമായിട്ടും ഈ നേരത്തെ മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അതായത് ശബരിമലയിലെ സ്വർണ്ണപ്പാളി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറരുത്, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുക്കരുത് എന്നുള്ള ഒരു ഉത്തരവുണ്ടായിരുന്നു. ഈ ഉത്തരവ് തിരുത്തിയ അന്നത്തെ ഉദ്യോഗസ്ഥയായിട്ടുള്ള, ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരായിട്ടുള്ള സെക്രട്ടറി ആയിരുന്ന ജയശ്രീ ഈ ഉത്തരവ് തിരുത്തിയ ശേഷമാണ് ഇത്തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ സ്വർണ്ണപ്പാളി കൊടുത്തുവിടുന്നത്. അതുപോലെ തന്നെ ഈ ജയശ്രീക്കൊപ്പം തന്നെ മറ്റ് ഈ സ്മാർട്ട് ക്രിയേഷൻ്റെ CEO പങ്കജ് ഭണ്ഡാരി, അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി, മറ്റ് 2 തിരുവാഭരണ കമ്മീഷണർമാർ, അതുപോലെ തന്നെ അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സുധീഷ് തുടങ്ങി ഇങ്ങനെ തരത്തിലുള്ള ഈ 9 ഉദ്യോഗസ്ഥർക്കെതിരെ ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകളാണ് പുറത്തു വന്നത്. ഈ തട്ടിപ്പിന് കൂട്ടുനിന്നതും പ്രധാനമായിട്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ ഈ തട്ടിപ്പിന് കൂട്ടുനിന്നത് ഈ ഉദ്യോഗസ്ഥരാണെന്നുള്ള കണ്ടെത്തൽ ഇന്നലെ ഉണ്ടായിരുന്നു. എന്തായാലും ഇവർക്കെതിരെയും ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്ന അടിസ്ഥാനത്തിൽ ഇവർക്കെതിരെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടായേക്കും. ഒരു പക്ഷേ ഇന്ന് തന്നെ ഈ കേസ് രജിസ്റ്റർ ചെയ്യാനാണ് സാധ്യത. അതേസമയം ഇന്നലെ ഈ വിജിലൻസിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം കമ്മീഷണർ ഇന്നലെ DGPക്ക് പരാതി നൽകിയിരുന്നു. ഈ പരാതി ഇന്നലെ രാത്രി തന്നെ DGP ഇത്തരത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറി. അതുപോലെ തന്നെ ഇത് കേസ് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് കൂടി അന്വേഷിക്കണം എന്ന തരത്തിലുള്ള ഒരു നിർദ്ദേശവും ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ഈ കേസിൽ അന്വേഷണം ഊർജിതമാവുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഇതിലെ മെയിൻ സൂത്രധാരൻ അല്ലെങ്കിൽ മുഖ്യ സൂത്രധാരൻ എന്നുള്ള കണ്ടെത്തലാണ്, ഇന്നലെ ഞെട്ടിപ്പിക്കുന്ന കണ്ടെത്തലാണ് ഇന്നലെ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഈ റിപ്പോർട്ടിൽ നിന്നും പുറത്തു വന്നത് മനു.